ലോകം ചുറ്റാനുള്ള ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിക്കുന്നവരല്ലേ നമ്മളെല്ലാം. പലപ്പോഴും നമ്മൾക്ക് അതിന് സാധിക്കാറുമില്ല. എന്നാൽ ഒരു കാറിൽ 56 ലോകരാജ്യങ്ങൾ കറങ്ങിയ ഒരു കുടുംബത്തിന്റെ കഥ കേൾക്കാം. കാണാൻ കാസർഗോഡ് പടന്ന സ്വദേശിയായ മുസൈഫ് ഷാൻ മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും വിശേഷം. 212 ദിനരാത്രങ്ങൾ, 3 ഭൂഖണ്ഡങ്ങൾ, 56 രാജ്യങ്ങൾ. പകുതി ലോകം കണ്ടാണ് മുസൈഫിന്റെയും കുടുംബത്തിന്റെയും തിരിച്ചുവരവ്. പലതരം ഭക്ഷണങ്ങളും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുമെല്ലാം കണ്ടറിഞ്ഞൊരു യാത്ര. കുട്ടിക്കാലം തൊട്ടേ യാത്രകളോട് വല്ലാത്ത പ്രണയമായിരുന്നു ഈ ചെറുപ്പക്കാരന്. ബൈ റോഡ് പോകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു എൻ്റർ ഫ്രം ആൻ ബോർഡർ ആൻഡ് യു എക്സിറ്റ് ഇൻ ദ അതർ ബോർഡർ. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എല്ലാവിധ അവരുടെ ഗ്രാമങ്ങളും കാണാൻ, ചെറിയ പട്ടണങ്ങളും കാണാം, മെട്രോപൊളിറ്റൻ സിറ്റികളും കാണാം. അപ്പോൾ യു ക്യാൻ ജഡ്ജ് ദ കൺട്രി ബെറ്റർ. നീണ്ടകാലത്തെ സ്വപ്നം മുസൈഫ് സാക്ഷാത്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ കുടുംബത്തെയും ഒപ്പം കൂട്ടി. പിതാവ് KMC മുഹമ്മദ് കുഞ്ഞിയും മാതാവ് നഫീസത്തും സഹോദരി മുനീഫയും അനന്തരവനായ വിൽദൻ നസ്രനാദവും അങ്ങനെ ദുബായിൽ നിന്നും നേപ്പാളിലൂടെ ഇന്ത്യയിൽ അവസാനിച്ച യാത്രയുടെ ഭാഗമായി. ഈ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ഫോർഡ് എൻഡവർ അവരുടെ സാരഥിയുമായി. നല്ല അനുഭവങ്ങൾ മാത്രമല്ല, അല്പസ്വല്പം കൈപ്പേറിയ നിമിഷങ്ങളും തങ്ങൾക്ക് നേരിടേണ്ടി വന്നെന്ന് കുടുംബത്തിന്റെ സാക്ഷ്യം. പാരീസിൽ ഞങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഇത് വെള്ളക്കാരൻ്റെത് മാത്രമാണ്, ഇന്ത്യൻസ് ഗോ ഔട്ട്, യു ഗോ ആൻഡ് സിറ്റ് ഔട്ട് സൈഡ് എന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾ ഇറക്കി വിട്ടു. അവിടെ നിന്ന് പുറത്ത് പോയിരിക്കാൻ പറഞ്ഞു. ആ വെള്ളക്കാരെ മാത്രമേ അവർ അവിടെ സെർവ് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള ആഫ്രിക്കൻസോ ഇന്ത്യൻസോ അല്ലെങ്കിൽ ഏഷ്യൻസ് ആണെങ്കിൽ പുറത്തിരിക്കുക. അതൊരു ഇൻസിഡൻറ്റ് നടന്നു. പിന്നെ ഞങ്ങൾ നടന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്പെയിനിൽ ചെന്ന് ബാർസലോണയിൽ ഞങ്ങളൊരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിൽ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ അടുത്തടുത്ത് പോയി കുറച്ച് ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായ കാശും ക്യാമറയൊക്കെ മോഷണം പോയി. കൈക്കുഞ്ഞുമായി യാത്രകൾ ചെയ്യാൻ മടിക്കുന്ന യുവതികൾക്കെല്ലാം പ്രചോദനമാണ് മുസൈഫിന്റെ സഹോദരിയും ഡോക്ടറുമായ മുനീഫ. ഇന്ത്യയാണ് സ്വർഗം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ഫ്രീഡം, ഏത് പാതിരാക്ക് നമുക്ക് ഇറങ്ങാം. അറ്റ്ലീസ്റ്റ് കുറേ പറയുമെങ്കിലും ഇറങ്ങാൻ പറ്റില്ല ഗേൾസിന് എന്നൊക്കെ പറയുമെങ്കിലും മറ്റു കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് നമ്മുടെ ഇന്ത്യ സ്വർഗമാണെന്നാണ്. അപ്പോൾ ഫൈനലി ഞാനിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് കൂടാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. 8 മാസക്കാലം നീണ്ട യാത്രയ്ക്കൊടുവിൽ കഴിഞ്ഞ മെയ് 11 ഇവർ ജന്മനാടായ പടന്നയിലെത്തി. ഇനിയുള്ള യാത്രകളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഓസ്ട്രേലിയൻ ഭൂഖണ്ഡവും കീഴടക്കാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.